മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവിധ യോദ്ധാക്കളോട് യുദ്ധം സ്വന്തമായി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചു. മഹാനായ യോദ്ധാക്കൾ അവരുടെ കണക്കുകൾ ഇങ്ങനെ നൽകി. 1000 ആനകളുടെ ശക്തി ഉണ്ടായിരുന്ന ഭീമൻ 28 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. അർജുനൻ 24 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല ദിവ്യായുധങ്ങളും ഉണ്ടായിരുന്നു. ദ്രോണാചാര്യർ 22 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹം പരശുരാമന്റെ ശിഷ്യനായിരുന്നു. കർണൻ 20 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ദിവ്യമായ കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹം പരശുരാമന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഭീഷ്മ പിതാമഹന് 16 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിക്കാൻ വരമുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം ഗംഗാദേവിയുടെ പുത്രനുമായിരുന്നു. ബലരാമൻ വെറും 5 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ശേഷ്നാഗന്റെ അവതാരമായിരുന്നു. ബാർബർഗനോട് ചോദിച്ചപ്പോൾ വെറും 3 മിനിറ്റ് കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മഹാദേവൻ നൽകിയ 3 അമ്പുകൾ ഉണ്ടായിരുന്നു. പരശുരാമന് വെറും 2 മിനിറ്റ് മതിയായിരുന്നു. കാരണം അദ്ദേഹം ശിവഭഗവാന്റെ ശിഷ്യനും നാരായണന്റെ അവതാരവുമായിരുന്നു. ഹനുമാൻ സ്വാമിക്ക് വെറും 1 മിനിറ്റ് കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. കാരണം അദ്ദേഹം മഹാദേവന്റെ രുദ്ര അവതാരമായിരുന്നു. അവസാനമായി ഭഗവാൻ ശ്രീകൃഷ്ണന് വെറും 1 സെക്കൻഡ് കൊണ്ട് മഹാഭാരത യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കാമായിരുന്നു. കാരണം അദ്ദേഹം സാക്ഷാൽ പരബ്രഹ്മമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം നമോ നാരായണായ.